قال رسول الله صلى الله عليه وسلم إذا صلى أحدكم فليجعل تلقاء وجهه شيئا. നിങ്ങളിൽ ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കരിക്കുന്ന അവസരത്തിൽ മുന്നിൽ ഒരു മറയുണ്ടായിരിക്കും. എന്തെങ്കിലും വസ്തുവിനോട് നേരിട്ട് കൊണ്ടാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. ഫഇല്ലം യജിദ് ശൈഅൻ ഫൽയൻസിബ് അശൻ. ഇനി അതിന് സാധ്യമായിട്ടില്ലെങ്കിൽ ഒരു വടി നിങ്ങൾ കുത്തിവെക്കണം. ഫഇല്ലം യകുൻ മഅഹു ഹസൻ ഫൽയഖുത്ത ഖത്ത. അതിന് സാധ്യമായിട്ടില്ലെങ്കിൽ ഒരു വര മുന്നിൽ വരച്ച് നിസ്കരിക്കേണ്ടത്. വലാ യദുറുഹു മാ മറ ബൈന യദൈഹി. അങ്ങനെ നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊരു ഹദീസിൽ കാണാം, ഇദാ സല്ല അഹദുകും ഫൽയുസല്ലി ഇലാ സുത്രത്തിൻ. ഒരു മറയിലേക്ക് മുന്നിട്ടാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. വൽയദിനു മിൻ സുത്രത്തിഹി ലാ യഖ്തഉ ശൈത്താനു അലൈഹി സ്വലാത്തഹു. അങ്ങനെ നിസ്കരിക്കുന്ന അവസരത്തിൽ ഒരു ശൈത്താനും അവന്റെ നിസ്കാരം മുറിച്ചു കളയുകയില്ല. ഇവിടെ ഒരു ശൈത്താനും മുറിച്ചു കളയുകയില്ല എന്നതിന്റെ പല വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന്, പൈശാചികമായ ഉപദ്രവങ്ങൾ ഏറെ ഉണ്ടാവുന്ന ഒരു വിഷയമാണ് നിസ്കാരം. നിസ്കാരത്തിലേക്ക് കയറിയ അപ്പോൾ നമുക്ക് വിശ്വാസം. അപ്പോൾ പിശാച് നമ്മളങ്ങനെ മറപ്പിക്കും, പല കാര്യങ്ങളും വേണ്ടാത്തത് ഓർമ്മിപ്പിക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. ആ ഒരു ശല്യം ഉണ്ടാവുകയില്ല മുന്നിൽ മറ വെച്ചുകൊണ്ടാണ് നിസ്കരിക്കുന്നത്. അല്ല, മറ്റൊരു വ്യാഖ്യാനം പറഞ്ഞത് നിസ്കരിക്കുന്നവന്റെ മുന്നിലൂടെ നടന്നു പോകുന്നവന് ശൈത്താൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചത്. അതിന്റെ ഗൗരവം നമുക്ക് പറയാം. അവൻ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയുടെ മുന്നിൽ തീർച്ചയായും ഒരു മറ വേണം. അത് നിർബന്ധമാണ്. നിർബന്ധം മീൻസ് അത് വളരെ വലിയ സുന്നത്താണ് എന്ന നിലയിലാണ് നിർബന്ധം എന്ന് പറയുന്നത്. അതൊരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല. മയ്യത്ത് നിസ്കാരമാണെങ്കിൽ, അതുപോലെ തന്നെ നാം തിലാവത്തിന്റെ സുജൂദ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ ഈ സുത്രത്ത് മറ പാലിക്കുക എന്നത് വളരെയധികം ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാതെ നിസ്കരിക്കുന്നത് സുന്നത്തിന് വിരുദ്ധമാണ്. ചിലരുണ്ടാവും സെൻട്രലൈസ്ഡ് നിസ്കാരം. പള്ളിയിൽ വന്നിട്ട് നേരെ സെൻട്രലിൽ വന്നിട്ട് സെൻട്രലൈസ്ഡ് AC എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ സെൻട്രലൈസ്ഡ് നിസ്കാരം. ആ നിസ്കാരം തീരുന്നത് വരെ ആ സുന്നത്ത് നഷ്ടപ്പെട്ടു. ഒരു വലിയ സുന്നത്ത് നിസ്കാരം തീരുന്നത് വരെ നഷ്ടപ്പെടാൻ കാരണമാണെന്ത്? ഒരു മറ ഇല്ലാതെയാണ് നിസ്കരിക്കുന്നത്. 4 കാറ്റഗറിയിലാണ് നിസ്കാരത്തിന്റെ മറ ഫുഖഹാക്കൾ നമുക്ക് വിവരിച്ചു തരുന്നത്. ഒന്ന്, തവജ്ജുഹു നഹ്വി ജിദാരി. ഒരു മതിൽ പോലെയുള്ള ഒരിക്കലും നീങ്ങാത്ത വസ്തുവിലേക്ക് നേരിടുക എന്നതാണ്. അപ്പൊ മതില്, തൂണ്, അതുപോലെ തന്നെ ചുമര്, ഇങ്ങനെ തുടങ്ങിയ നീങ്ങാത്ത വസ്തു, ഒരിക്കലും നീങ്ങി പോകാത്ത വസ്തു, അതിലേക്ക് നേരിടുകയാണ് ചെയ്യേണ്ടത്. لا ينقص ارتفاعه عن ثلثي ذراع ولا يزيد بعده عن 3 أذرع. അങ്ങനെ നേരിടുന്ന അവസരത്തിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യം. ഒന്ന്, ആ മതിലിന് അല്ലെങ്കിൽ തൂണിന് ഒരു മുഴത്തിന്റെ, അതിന്റെ ഉയരം ഒരു മുഴത്തിന്റെ 2 ഭാഗമെങ്കിലും ഉണ്ടായിരിക്കും. ഒരു മുഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കൈയിന്റെ നടുവിരൽ മുതൽ ഈ മുട്ട് വരെയാണ് ഒരു മുഴം എന്ന് പറയുന്നത്. ഒരു സാധാരണ മനുഷ്യൻ, ഒരു മുഴത്തത്തിലായ സാധാരണക്കാരനായ മനുഷ്യൻ, അതിൽ 2 ഭാഗമാണ്. അപ്പോൾ ഏകദേശം ഇവിടെ മുതൽ ഇത്ര വരെയെങ്കിലും മുന്നിലെ മറ. അതിനേക്കാൾ കൂടിയാൽ കുഴപ്പമില്ല, കുറയാൻ പാടില്ല. അതുപോലെ നിൽക്കുന്ന ഡിസ്റ്റൻസ് അത് 3 മുഴത്തേക്കാൾ കൂടാനും പാടില്ല. 3 മുഴത്തേക്കാൾ, ഇപ്പൊ നമ്മുടെ മുസല്ലൊക്കെ ആണെങ്കിൽ ഏകദേശം 2.5 മുഴ ഉണ്ടാവും. അപ്പൊ അതിനേക്കാൾ ഒരു 1/2 മുഴം കൂടെ കൂടാം. ഇപ്പൊ നമ്മുടെ സൊഫൊക്കെ 2.5 മുഴമേ ഉണ്ടാവുകയുള്ളൂ. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും ഈ സുന്നത്ത് നമുക്ക് പലർക്കും നഷ്ടപ്പെടുന്നുണ്ട്. എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ മറയോടെ നിസ്കരിച്ചത്. 1ാമത്തെ കാറ്റഗറി ഉണ്ടായിരിക്കെ 2ാമത്തെ കാറ്റഗറിയിലേക്ക് നീങ്ങുക എന്നത് മറ നഷ്ടപ്പെടുന്നു. അഥവാ മതിലുണ്ട്, ചുമരുണ്ട്, തൂണുണ്ട്, ഇതൊക്കെ ഉണ്ടായിരിക്കെ 2ാമത്തെ കാറ്റഗറിയിലേക്ക് നീങ്ങാൻ പാടില്ല. 2ാമത്തെ കാറ്റഗറി എന്നാൽ ഫഇല്ലം യജിദ്. 1ാമത്തെ കാറ്റഗറി എത്തിച്ചില്ലെങ്കിൽ ഫലി ഹസൻ മഗ്റൂസത്തി. അപ്പോൾ പിന്നെ ഒരു വടി നാട്ടി നിസ്കരിക്കുക എന്നാണ്. വടിയുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ് കസേര. അത് നമുക്ക് നീക്കാൻ പറ്റും.
അപ്പൊ ചില ആളുകളൊക്കെ എന്താ ചെയ്യാം, പള്ളിയിൽ കയറി അവിടെ തൂണുണ്ടാവും, അവിടെ മതിലുണ്ടാവും അല്ലേ, അവിടെ നിന്ന് നിസ്കരിക്കൂല, നേരെ ഒരു കസേര എടുത്ത് മുന്നിലിട്ട് നിസ്കരിക്കും. ആ മുന്നിലുള്ള കസേരയെ മറയായി പരിഗണിക്കൂല. എപ്പോൾ അവിടെ തൂണുണ്ട് എങ്കിൽ, അവിടെ ഒഴിവുണ്ട്, അവിടെ ആരും നിസ്കരിക്കുന്നില്ല, ഒഴിവുണ്ട്, തൂണിന്റെ അടുത്ത് ആരുമില്ല, അവിടെ നിസ്കരിക്കേണ്ടത്. അതുണ്ടായിരിക്കാൻ, ഗ്യാപ്പ് ഉണ്ടായിരിക്കാൻ വേറെ നമ്മൾ കസേര നിസ്കരിച്ചു, അതല്ലെങ്കിൽ ഒരു വെട്ടി വെച്ച് നിസ്കരിച്ചു, അതല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങോട്ട് കിവിലേക്ക് തിരിഞ്ഞിരുന്ന് നിസ്കരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇരിക്കുന്നുണ്ട് ഖുർആനോതുന്നുണ്ട്, അയാളുടെ പിന്നിൽ വന്ന് നിസ്കരിച്ചു. ഇതൊന്നും മറയായി പരിഗണിക്കൂല. പലർക്കും നഷ്ടപ്പെടുന്ന സുന്നത്താണ്, വളരെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു സുന്നത്താണ്. പലരും നഷ്ടപ്പെടും. നേരെ കയറി വരുമ്പോൾ മതിലിന്റെ അവിടെയോ തൂണിന്റെ അവിടെ ഒന്നും ആളെ ഉണ്ടാവില്ല, പക്ഷെ നേരെ വന്നിട്ട് ഒരു കസേരയിട്ട് അവന് സൗകര്യത്തോട്ട് പോയി നിസ്കരിക്കും. അത് മറയായി പരിഗണിക്കൂല. നമ്മൾ വിചാരിച്ചാൽ എന്താ, മറയാണല്ലോ എന്ന്, തെറ്റിദ്ധാരണ. അപ്പൊ ഒന്നാമത്തെ കാറ്റഗറി നിലനിൽക്കെ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് നീങ്ങിയാൽ ആ കൂലി കിട്ടൂല, സുന്നത്ത് ലഭിക്കൂല. രണ്ട് ഇല്ല എങ്കിൽ മൂന്നാമത്തെ കാറ്റഗറി ഒരു മുസല്ല വിരിച്ച് നിസ്കരിക്കുക. അപ്പൊ രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് മൂന്നാമത് മുസല്ല വിരിച്ച് നിസ്കരിക്കുക എന്ന്. അതിനും സാധ്യമായിട്ടില്ല, മുസല്ല വിരിക്കാൻ അവന്റെ കയ്യിൽ മുസല്ലയില്ല, ഒരു യാത്രയിലാണ് എന്ന് പിന്നീട് അവൻ ഒരു വര വരച്ച് നിസ്കരിക്കണം. വര എന്ന് പറഞ്ഞാൽ നേരെ നമ്മുടെ മുന്നിൽ ഇങ്ങനെ ഒരു വര നിസ്കരിക്കുന്നവന്റെ മുന്നിൽ ഇങ്ങനെ വര വരയ്ക്കുക. നീളത്തിലാണ് വരയ്ക്കേണ്ടത്. അറവൻ അല്ലെങ്കിൽ വീതിയിൽ വരയ്ക്കാം, പക്ഷെ നീളത്തിൽ വരയ്ക്കാൻ ഏറ്റവും വരും. അപ്പൊ പലരും ശ്രദ്ധിക്കാത്ത ഒരു വിഷയമാണ്. ഒന്നാമത്തെ കാറ്റഗറി ഉണ്ടായിരിക്കെ, മതിലുണ്ടായിരിക്കെ, തൂണുണ്ടായിരിക്കെ മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നത് നമ്മുടെ സുന്നത്ത് നഷ്ടപ്പെടുത്താനുള്ള ഒരു കാരണമാണ്. ഈ സുന്നത്ത് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കാൻ തുടങ്ങിയത് മുതൽ അവസാനിക്കും വരെ നീണ്ടു നിൽക്കുന്ന സുന്നത്താണ്. എന്തിനാണ് വെറുതെ നഷ്ടപ്പെടുത്തുന്നത്? നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു തആല തെറ്റുകളൊക്കെ തിരുത്തി നല്ല നിലയിൽ ഇബാദത്തുകൾ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ എല്ലാവിധ ന്യൂനതകളും അല്ലാഹു പരിഹരിച്ച് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സുബ്ഹ് അടക്കമുള്ള ജമാഅത്ത് മരണം വരെ നിലനിർത്താൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞു കേട്ടതിന്റെ മിസ്ലി സവാബുകളിൽ മൺമറഞ്ഞ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെ ഖബർ വിശാലമാക്കണേ റഹ്മാനെ. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെ ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സ് ആഫിയത്തോടെ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഇന്ന് സുബ്ഹ് ജമാഅത്തിനെത്തിയ മുഅ്മിനീങ്ങൾക്ക് ഖൈർ നൽകണേ അല്ലാഹ്, ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്, എല്ലാവിധ വിശാലതയും ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ രോഗങ്ങൾ, പ്രയാസങ്ങൾ, കടങ്ങൾ അല്ലാഹു എല്ലാത്തിനും പരിഹാരം നൽകണേ അല്ലാഹ്. ഇന്ന് ഞങ്ങളുടെ ഖദർ ഖളായി വല്ല വിപത്തും വിധിച്ചുവെങ്കിൽ എല്ലാം ദുആ സ്വീകരിച്ച് തട്ടിക്കളയണേ അല്ലാഹ്. ഇന്ന് നല്ല റാഹത്തിന്റെ ദിവസമാക്കണേ അല്ലാഹ്, സന്തോഷത്തിന്റെ ദിവസമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ നിന്ന് യാതൊരാവാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനുമുള്ള കരുത്ത് നൽകണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു തആല വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസല്ലം. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ. സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.